സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നാളെ അവസാനിക്കും. 52 ദിവസം നീണ്ടുനിന്ന ട്രോളിംഗ് നിരോധനമാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെ അവസാനിക്കുന്നത്. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. മത്സ്യബന്ധന ഹാർബറുകളിൽ പ്രതീക്ഷയോടെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. ശനിയാഴ്ച പുലർച്ചെ ബോട്ടുകൾ കടലിലിറങ്ങും. ട്രോളിംഗ് നിരോധനം അവസാനിക്കാനിരിക്കെ നാട്ടിലേക്ക് പോയ ഇതര സംസ്ഥാന തൊഴിലാളികൾ തിരിച്ചെത്തി. ബോട്ടുകൾ എഞ്ചിൻ പണിയും മറ്റും കഴിച്ച് പെയിന്റ് അടിച്ചു തുടങ്ങി. പുതിയ വലകളും തയ്യാറായി. ഐസും വെള്ളവും മറ്റ് അവശ്യ സാധനങ്ങളും ഒരുക്കുന്ന തിരക്കിലാണ് തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധന സമയത്ത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് മത്തിയും ചെമ്മീനും ലഭിച്ചിരുന്നു. കിളിമീൻ, കൂന്തൽ, ചെമ്മീൻ എന്നിവയിലാണ് ബോട്ടുകാർക്ക് പ്രതീക്ഷയുള്ളത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ കടലിൽ പോകുന്നതിന് തടസ്സമില്ലെങ്കിലും മത്സ്യത്തിന്റെ ലഭ്യതയിൽ ഇത്തവണ വലിയ കുറവാണ് രേഖപ്പെടുത്തിയത്. ഇത് മീനിന്റെ വില ഗണ്യമായി വർദ്ധിക്കാനും കാരണമായി. ട്രോളിംഗ് നിരോധനം അവസാനിക്കുന്നതോടെ ആവശ്യാനുസരണം മത്സ്യം ലഭിക്കുകയും നിലവിലെ വില കുറയുകയും ചെയ്യുമെന്ന പ്രതീക്ഷയാണ് പൊതുവിലുള്ളത്. 31 രാത്രി 12 മണിക്ക് ശേഷം എല്ലാവരും പണിക്ക് വേണ്ടി പോകാൻ സജ്ജീകരണപ്പെടുത്തി നിൽക്കുകയാണ്. ഓരോ ബോട്ടിൻ്റെ ഓണർമാരും ബാങ്കിൽ നിന്ന് ലോണൊക്കെ എടുത്ത് എല്ലാവരും ഓരോ അറ്റകുറ്റപ്പണികളൊക്കെ തീർത്ത് കണ്ടീഷനാക്കി പോകാൻ നോക്കുന്നു. അപ്പോൾ ഇനി ഡീസലിക്ക് വേണ്ടി ഇവിടെ മുതലാളിമാരൊന്നും കാണാനില്ല. അവരുടെ ഡീസലിൻ്റെ പൈസയ്ക്ക് വേണ്ടി പറക്കാൻ പോയാണ്. കാരണം ചെറിയ പൈസ ഒന്നുമല്ല ഡീസലിന്. ഒരു പോക്കിന് ഇപ്പോൾ എല്ലാത്തേക്കും 2000, 1500, 2000 ലിറ്റർ വെച്ച് വേണം. അപ്പോൾ അതിൻ്റെ പൈസ ഒരു സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ട് കൊടുത്താലേ ഡീസൽ കിട്ടുള്ളൂ. 24 മണിക്കൂറിൽ ഫണ്ട് കൊടുക്കണം. അപ്പോൾ അതിനെല്ലാം ഒരു എന്താ പറയുക പരക്കം പാച്ചിലാണ്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ കുറേയേറെ കഷ്ടത്തിലായിരുന്നു. ഈ സീസണിൽ എങ്ങനെയാണെന്ന് ദൈവത്തിനകത്ത് എടുക്കുന്നത്. പിന്നെ സ്വർണം വിറ്റിട്ടും കടം വാങ്ങിയിട്ടെല്ലാം ഇതിനെ നേരത്തെ കൊണ്ടെടുക്കണം. പിന്നെ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് സബ്സിഡിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഡീസലിക്ക്. മറ്റുള്ള 9 സ്റ്റേറ്റിലുണ്ടെങ്കിലും 8 സ്റ്റേറ്റിലുണ്ടെങ്കിലും നമ്മളെ കേരളത്തിൽ സബ്സിഡി ഡീസലിന് കിട്ടുന്നില്ല. ഇനിയുള്ള കാലങ്ങളിൽ ഗവൺമെൻറ് കണ്ണു തുറന്നത് കാണട്ടെ എന്നും കൂടി പ്രത്യാശിക്കുന്നു.